Hi dear friends, welcome back to Voybella. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റിബൺ വെച്ച് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ബട്ടർഫ്ലൈ എംബ്രോയിഡറി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബട്ടർഫ്ലൈയുടെ കൂടെ കാണുന്ന ഈ റിബൺ വെച്ചിട്ട് ചെയ്ത കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഇതെങ്ങനെ നമുക്ക് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ബട്ടർഫ്ലൈ ചെയ്ത വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പൂക്കൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതുപോലെ വീതി കുറഞ്ഞ ഒരു ഗ്രീൻ കളർ റിബണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൂചിക്കകത്തൂടെ ഞാനത് കോർത്തെടുത്തു. ഇനി നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എത്ര നീളത്തിലാണ് നമ്മൾ പൂക്കളുടെ തണ്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ അത്രയും നീളത്തിൽ നമ്മൾ റിബൺ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ റിബണിൻ്റെ അറ്റം പതുക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചൂടാക്കിയിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ അറ്റം കെട്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇനി താഴേന്ന് മുകളിലേക്ക് ഇതുപോലെ സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മുടെ റിബൺ കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കണം. അതിനുശേഷം ഈ റിബൺ നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് പതുക്കെ പിരിച്ച് കൊണ്ടുവരാം. നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് അപ്പുറത്തായിട്ട് സൂചി കുത്തിയിട്ട് താഴേക്ക് ഇറക്കി കൊടുക്കുക. ഇതുപോലെ സൂചി കുത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും താഴെ നിന്ന് മുകളിലേക്ക് നമ്മളിപ്പോൾ എവിടെയാണോ സൂചി കുത്തി ഇറക്കിയത് അതിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് നമ്മൾ സൂചി മുകളിലേക്ക് വീണ്ടും കുത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ റിബൺ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് അപ്പുറത്ത് നമ്മൾ ഇതുപോലെ സൂചി താഴേക്ക് കുത്തിയിറക്കുക. ഇനി ഇതിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് വീണ്ടും സൂചി മുകളിലേക്ക് തന്നെ കുത്തിയെടുക്കണം. ഇതൊത്തിരി പെർഫെക്ഷനിൽ ചെയ്യണം എന്നൊന്നുമില്ല, കാരണം ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ ഫ്ലവേഴ്സ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് ശരിക്ക് പുറത്തേക്ക് കാണുമൊന്നുമില്ല. എന്നാലും നമുക്ക് എത്ര നീളത്തിലാണോ ഫ്ലവേഴ്സിൻ്റെ ഈ തണ്ട് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നീളത്തിൽ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ഞാനിപ്പോൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇനി നമ്മളിത് ബാക്കിൽ കെട്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മുടെ നല്ല വശത്തേക്ക് കാണാത്ത രീതിയിൽ ബാക്കിൽ കുത്തിയിട്ട് കെട്ടിട്ട് കൊടുത്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മളൊരു ലൈറ്റർ എടുത്ത് ഈ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൂക്കളുടെ തണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൂക്കൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മെറൂൺ കളറ് വീതി കൂടിയ റിബണാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അറ്റം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള അറ്റം സീൽ ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ നേരത്തെ ബട്ടർഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത റിബണിൻ്റെ അതേ വീതി തന്നെയാണ് ഈ റിബണും ഉള്ളത്. ഇതിൻ്റെ ഒരറ്റം ഞാൻ ഇതുപോലെ കെട്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ അറ്റം നമുക്ക് സൂചിയിൽ കോർക്കാം. റിബൺ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയതിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ പൂക്കളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ബിഗിനേഴ്സിന് വരെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ തണ്ടിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഞാൻ ആദ്യത്തെ പൂ ചെയ്യുന്നത്. ഈ തണ്ടിൽ നിന്ന് കുറച്ച് മാറി ഇടതുവശത്ത് ഞാൻ സൂചി താഴെ നിന്നും മുകളിലേക്ക് കുത്തിയിട്ടുണ്ട്. സൂചി ഇങ്ങോട്ട് കുത്തിയെടുക്കാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം കുറച്ച് വീതി കൂടിയ റിബൺ ആയതുകൊണ്ടാണത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതേപോലെ തന്നെ തണ്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് വലത് വശത്തായിട്ട് ഈ സൂചി താഴേക്ക് കുത്തിയിറക്കണം. ഈ സൂചി താഴേക്ക് മുകളിലേക്കും കുത്തിയിറക്കുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ഒരുപാട് പൂക്കൾ ചെയ്തെടുക്കാൻ പറ്റും.
പിന്നെ ഈ റിബൺ താഴേക്ക് വലിക്കുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് വലിക്കരുത്. ഇതുപോലെ ഒരു വിരൽ ഇതിനകത്തൂടെ ഈസി ആയിട്ട് കടത്തിയെടുക്കാൻ പറ്റിയ രീതിയിൽ ലൂസാക്കിയിട്ട് വേണം ഇടാൻ. ഇനി ഇതുപോലെ തന്നെ കുറച്ച് മുകളിലായിട്ട് നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തണ്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഇതുപോലെ സൂചി താഴെ നിന്നും മുകളിലേക്ക് കുത്താം. ഇനി നമുക്ക് തണ്ടിൻ്റെ വലതുവശത്തായിട്ട് സൂചി താഴേക്ക് ഇറക്കാം. ഈ റിബണിൻ്റെ ഷൈനിങ് ആയിട്ടുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ തിരിച്ച് വെക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതുപോലെ കുറച്ച് ലൂസായിട്ട് റിബണ് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ താഴേക്ക് വലിക്കുക. ഒരുപാടങ്ങ് വലിച്ച് ടൈറ്റ് ആക്കണ്ട, കുറച്ച് ലൂസായിട്ട് തന്നെ കിടക്കണം. ഇതുപോലെ തന്നെ സെയിം രീതിയിലാണ് നമ്മൾ എല്ലാ പൂക്കളും ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ തണ്ടിൻ്റെ മുകൾ ഭാഗം വരെ എല്ലാ പൂക്കളും സെയിം രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും അറ്റത്ത് ചെയ്യുന്ന പൂവ് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ കാണിക്കാം. ഇതുപോലെ റിബണിൻ്റെ നല്ല ഭാഗം, നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുന്ന ആ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ റിബൺ ഇങ്ങനെ പിടിക്കണം. അതിനുശേഷം സൂചി നമ്മൾ ഈ റിബണിൻ്റെ മുകളിൽ തന്നെ താഴേക്ക് കുത്തിയിറക്കുക. ശ്രദ്ധിച്ച് പതുക്കെ ഇതുപോലെ താഴേക്ക് വലിക്കണം. ഇതായി പൂവിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വിരൽ പിടിച്ചിട്ട് അമർത്തി പിടിച്ചിട്ട് താഴേക്ക് വലിക്കുക. അപ്പോൾ നമുക്കൊരു പൂമൊട്ടിൻ്റെ ആകൃതിയിൽ നമുക്ക് ഏറ്റവും അറ്റത്തുള്ള പൂ കിട്ടും. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ബാക്കിൽ കെട്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒരു ലൈറ്റർ വെച്ച് ചൂടാക്കിയിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പൂക്കൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ കുറച്ച് മിനുക്ക് പണികളും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് യെല്ലോ കളർ വൂളാണ്. ഇത് കുറച്ച് വലിയ ഹോളുള്ള സൂചിയിൽ നമ്മൾ ഇതുപോലെ കോർത്തെടുത്തതിന് ശേഷം അറ്റം കെട്ടിട്ട് കൊടുത്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പൂവിൻ്റെ ഏറ്റവും നടുക്കായിട്ട് താഴെ നിന്നും മുകളിലേക്ക് സൂചി കുത്തണം. ഇനി നമ്മൾ ഈ നൂല് ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് നമ്മുടെ സൂചിയിൽ ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് എവിടെയാണോ നമ്മൾ സൂചി നേരത്തെ മുകളിലേക്ക് കുത്തിയത് അതേ സ്പോട്ടിൽ തന്നെ വീണ്ടും താഴേക്ക് നമ്മൾ സൂചി കുത്തിയിറക്കണം. ഇതുപോലെ വലിക്കുമ്പോൾ സെൻറ്ററിൽ നമുക്ക് ഇതുപോലെ ഒരു നോട്ട് കിട്ടും, യെല്ലോ കളർ നോട്ട് കിട്ടും. അപ്പോൾ ശരിക്കൊരു പൂവിൻ്റെ ആകൃതിയിൽ നമുക്കത് കിട്ടും. ഇനി നമ്മുടെ അടുത്ത പൂവും ഇതുപോലെ തന്നെ താഴെ നിന്നും മുകളിലേക്ക് നടുക്ക് സൂചി കുത്തിയതിന് ശേഷം നൂല് വലിച്ചു പിടിച്ച് സൂചിയിലൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് താഴേക്ക് വീണ്ടും ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ശരിക്കൊരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്കത് കിട്ടും. ഇനി എല്ലാ പൂക്കളും ഇതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സെൻറ്ററിൽ ഓരോ നോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ എല്ലാ പൂക്കളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിൽ ഒന്ന് കെട്ടിട്ട് കൊടുത്ത് സെക്യൂർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇതുപോലെ നല്ലൊരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് റിബൺ എംബ്രോയ്ഡറി കൊണ്ട് മാത്രമേ കഴിയൂ. കൊച്ചു കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരുപാട് പൂക്കളുടെ തണ്ട് പല പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ്, പല പല സൈസിലും പല പല കളേഴ്സിലുള്ള ഇതുപോലത്തെ ബട്ടർഫ്ലൈസൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഐഡിയാസ് അനുസരിച്ച് നമുക്ക് നല്ല നല്ല ഡിസൈൻസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു ട്യൂട്ടോറിയലുമായിട്ട് വീണ്ടും കാണാം. താങ്ക്